നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സ് FCയെയും കാലിക്കറ്റ് FC പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 2-1 കാലിക്കറ്റ് FCയുടെ വിജയം. പരാജയമേറ്റ കണ്ണൂർ FCയുടെ സെമി സാധ്യതകൾ ഇപ്പോൾ ആശങ്കയിലായിരിക്കുകയാണ്. ഈ മത്സരം വിജയിച്ചതോടുകൂടി 9 കളികളിൽ നിന്ന് 20 പോയിന്റുള്ള കാലിക്കറ്റ് അജയ്യരായി 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. എന്നാൽ 10 പോയിന്റുള്ള കണ്ണൂർ 5-ാമതാണ്. തീർച്ചയായിട്ടും ഹോം ഗ്രൗണ്ടിൽ ഒരു മത്സരം പോലും ജയിക്കാൻ സാധിക്കാത്തത് കണ്ണൂരിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് സെമി ഫൈനലിലേക്ക് കടക്കണമെങ്കിൽ അവസാന മത്സരത്തിൽ തൃശ്ശൂരിനെ തോൽപ്പിക്കണം. അതുമാത്രം പോരാ, മറ്റ് മത്സരങ്ങളുടെ ഫലം അവർക്ക് അനുകൂലമായിട്ട് വരികയും വേണം. അതായത് സെമി ഫൈനൽ സാധ്യത തുലാസിലായി എന്നർത്ഥം. 6 ഗോളുകളുമായിട്ട് ലീഗിൽ ടോപ്പ് സ്കോർ സ്ഥാനത്തുള്ള മുഹമ്മദ് അജിസലിനെ ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് ഇന്ന് കാലിക്കറ്റ് കളിക്കാനിറങ്ങിയത്. മത്സരത്തിൻ്റെ 24-ാമത്തെ മിനിറ്റിലാണ് കാലിക്കറ്റ് ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ത്രോ ബോൾ സ്വീകരിച്ച് മുഹമ്മദ് ആഷിഖ് ഇടത് വിങ്ങിൽ നിന്ന് നൽകിയ ക്രോസ് കൊളംബിയക്കാരൻ സെബാസ്റ്റ്യൻ റിംഗൺ ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ ഗോളാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് കാലിക്കറ്റ് മുന്നിലായിരുന്നെങ്കിൽ രണ്ടാം പകുതിയിൽ വീണ്ടും അവർ ഗോളടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 65-ാമത്തെ മിനിറ്റിൽ കാലിക്കറ്റിൻ്റെ ലീഡ് വർദ്ധിപ്പിച്ചത് ഫെഡറിക്കോ ബുവാസയുടെ പാസിൽ നിന്ന് മുഹമ്മദ് ആഷിഖാണ്. 2-0 അവർ മുന്നിലെത്തി. ഒടുവിൽ 74-ാമത്തെ മിനിറ്റിൽ കണ്ണൂർ ഒരു ഗോൾ മടക്കി. അലക്സിസ് സോസ പന്ത് കൈകൊണ്ട് തടുത്തതിന് പെനാൽറ്റി കിട്ടി. അത് അഡ്രിയാൻ ഡെർനിറോ ഗോളാക്കി മാറ്റി 2-1 എന്ന രൂപത്തിലേക്ക് എത്തിച്ചു. പക്ഷേ കളി തിരിച്ചു പിടിക്കാൻ കണ്ണൂരിന് കഴിയാതെ പോയതോടെ അവർക്ക് നിരാശയായിരുന്നു ഫലം. ഇന്നത്തെ മത്സരം കാണാൻ വേണ്ടി ഗാലറിയിൽ 11,127 കാണികളെത്തി എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.